ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വലിയ ആഡംബരവും പണമൊന്നും ഇല്ലെങ്കിലും നന്നായി സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സും നല്ല സ്വഭാവവും ഹരിയേട്ടനുണ്ട്. അങ്ങനെയുള്ള മനുഷ്യര് ഇന്ന് വളരെ കുറവാ. ഹരിയേട്ടൻ ഏറ്റവും സ്നേഹിക്കുന്നത് മീരയാ. അവക്കു വേണ്ടിയാ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് മീരയോട് ദേഷ്യാണെന്ന് എനിക്കറിയാം. എനിക്കും അവളോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഹരിയേട്ടന് മുന്നില് മീരയോട് സ്നേഹം അഭിനയിക്കണം. എന്നാലേ ഹരിയേട്ടനെ നമ്മുടെ കൈപ്പിടിയിൽ നിർത്താൻ നമുക്ക് സാധിക്കൂ. പിന്നെ അവൾക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് അങ്ങനെ എന്തെങ്കിലും വന്ന് അവളങ്ങ് പോയി കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഞാനും നീയും ഹരിയേട്ടനും മാത്രമേ ഉണ്ടാവുള്ളൂ. അസുഖം വന്നാ അവളെവിടെ പോകുന്ന അമ്മ പറയുന്നേ? അവൾ എവിടെയെങ്കിലും പോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നീ മറക്കരുത്. ഹരിയേട്ടന്റെ മുന്നിൽ വെച്ച് ഒരിക്കലും നീ മീരയോട് വഴക്കുണ്ടാക്കരുത്. ഇല്ല. ഹലോ ഹരി, പറഞ്ഞോ. മനോജെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. നാളെ നമ്മുടെ മീരമോളുടെ ബർത്ത്ഡേ ആണ്. ഷോ, ശരിയാണല്ലോ. എന്താ പരിപാടി? വലിയ ആഘോഷമൊന്നുമില്ല. ഒരു കേക്ക് മുറിക്കണം. മനോജിന് എല്ലാരെയും കൂട്ടി അങ്ങോട്ട് വരാൻ പറ്റുമോ? അയ്യോ, നാളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്. ഓ, എങ്കിൽ സാരമില്ല. ഞാൻ മനോജിനെ അജയനെ മാത്രമേ വിളിക്കാന്ന് കരുതിയുള്ളൂ. ഞാൻ പെട്ടുപോയതുകൊണ്ടാ. വേറൊരു ദിവസം ഉറപ്പായിട്ട് ഞാൻ എത്തിക്കോളാം. ആ, എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. മീറ്റിംഗിൽ എന്തെങ്കിലും മാറ്റം വന്നാ എത്തിയേക്കണേ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. ആഹാ, ഇതെന്താ ഷോപ്പിംഗ് ഒക്കെ നടത്തിയെന്ന് തോന്നല്ലോ. നാളെ മീരയുടെ ബർത്ത്ഡേ അല്ലേ, അവൾക്കിടാൻ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി. മീരേ, സൂരജേ. അതെന്തിനാ സൂരജിനെ വിളിക്കുന്നേ? സൂരജിന് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. മീരയ്ക്ക് പുതിയ ഡ്രസ്സ് കൊടുക്കുമ്പോ സൂരജിന് വേണമെന്ന് തോന്നില്ലേ? മോനെ സൂരജേ. എന്താ? നാളെ മോളുടെ ബർത്ത്ഡേയാ. അച്ഛൻ പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അമ്മ കൂടെ ഉണ്ടായിരുന്നു അല്ലേ അച്ഛ? എന്താ? മോന് ഹരിയേച്ചൻ ഡ്രസ്സ് കൊണ്ടുവന്നിരിക്കുന്നു. ഹായ്, എവിടെ? ദാ, ഇത് മോൾക്ക്. മോൾക്ക് ഇഷ്ടമായോ? നല്ലത് അച്ഛ. നിനക്കിഷ്ടായോടാ? അയ്യേ, ഇതെന്ത് കളറാ? എനിക്കിതൊന്നും വേണ്ട. എനിക്ക് ആൺകുട്ടികളുടെ ഡ്രസ്സ് എടുത്ത് ശീലമില്ലാത്തോണ്ട് ഞാൻ ഊഹം വെച്ചെടുത്തതാ. നാളെ മാറി വാങ്ങിക്കാം. ഇഷ്ടമായില്ലെങ്കിൽ മാറ്റിത്തരാന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ഇത് തരാനാണ് അമ്മ എന്നെ വിളിച്ചു വരുത്തിയത്. മീനയ്ക്ക് മാത്രം നല്ലത്, എനിക്ക്. മോനെ, അത് നാളെ മാറ്റി വാങ്ങാന്ന് ഹരിയേച്ചൻ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെന്താ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
ഹരിയേട്ടൻ അത് കാര്യാക്കണ്ട. ചെറിയൊരു കാര്യം മതി അവന് പിണങ്ങാൻ. ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഏയ്, തെറ്റെന്റെ ഭാഗത്താ. ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോ അവന്റെ താല്പര്യം കൂടി അറിയണമായിരുന്നു. അത് സാരമില്ല ഹരിയേട്ടാ. നാളെ മാറ്റി വാങ്ങാൻ ഞാനും കൂടെ വരാം. അങ്ങനെ ചെയ്യാം. ഞാനൊന്ന് പോയി അവനെ സമാധാനിപ്പിക്കട്ടെ. മോൾക്ക് ഇഷ്ടമായോ? ഇഷ്ടായി അച്ഛാ. ഞാനിത് അമ്മയെ കാണിച്ചിട്ട് വരാം. അമ്മേ, ദേ ഇത് അച്ഛൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. അമ്മയ്ക്ക് ഇഷ്ടായോ? കഴിഞ്ഞ തവണ എനിക്ക് ബർത്ത്ഡേക്ക് അമ്മയാ ഉടുപ്പ് സെലക്ട് ചെയ്ത് തന്നത്. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അമ്മയെ കാണാൻ തോന്നുക. അമ്മ എൻ്റെ കൂടെ വേണമായിരുന്നു. അമ്പലത്തിൽ പോവാനും കേക്ക് മുറിക്കാനും ഉച്ചയ്ക്ക് ചോറും പായസവും ഒക്കെ വാരിത്തരാനും എല്ലാം എൻ്റെ അമ്മ കൂടെ വേണമായിരുന്നു. മോളെ, മോളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കല്ലേ. അമ്മയ്ക്കിനി തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് മോളിങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് സങ്കടം വരില്ലേ? എന്റെ പൊന്നുമോളിങ്ങനെ സങ്കടപ്പെടല്ലേ. അമ്മയ്ക്കത് വിഷമാവും. മോള് സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്നത് കാണാനാ അമ്മയ്ക്കിഷ്ടം. നമ്മളും അമ്മയുടെ സന്തോഷമല്ലേ നോക്കേണ്ടത്. മോൾക്ക് അച്ഛൻ പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു തന്നത് മോള് സന്തോഷമായിട്ടിരിക്കുന്ന കാണാനല്ലേ. നമുക്ക് നാളെ കേക്ക് മുറിക്കാട്ടോ. സദ്യയും പായസവും എല്ലാം ഉണ്ടാക്കാം. വേണ്ട. അതെന്താ? എനിക്കതൊന്നും വേണ്ട. കേക്ക് മുറിച്ച് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും. അപ്പൊ സങ്കടം വരും. അപ്പൊ അമ്മയ്ക്ക് സങ്കടാവില്ലേ? അമ്മയെ സങ്കടപ്പെടുത്തണ്ട. എന്നും എൻ്റെ ബർത്ത്ഡേ ഒരു സാധാരണ ദിവസം പോലെ ആയാ മതി. അമ്മ എന്താ ആലോചിക്കുന്നത്? നാളെ മീര ജനിച്ച ദിവസം. ഓ, അമ്മ ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടല്ലോ. എൻ്റെ മനസ്സിൽ ഡേറ്റുകൾ ഓർമ്മ നിൽക്കത്തേയില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം ധന്യയുടെ ബർത്ത്ഡേ ഞാനൊന്ന് മറന്നു. ഓ, അതിന് അവളുണ്ടാക്കിയ വഴക്ക്. അതിനുശേഷം ഇന്ന് വരെ അവളുടെ ബർത്ത്ഡേ ഞാൻ മറന്നിട്ടില്ല.
പക്ഷെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി, എൻ്റെ ബർത്ത്ഡേ, മക്കളുടെ ബർത്ത്ഡേ എല്ലാം ഞാൻ പിന്നെയും മറന്നു പോവും അമ്മേ. അമ്മ ഈ ദിവസമൊക്കെ മറക്കാതെ എങ്ങനെ ഓർത്തിരിക്കുന്നേ? മീര ജനിച്ച ദിവസം എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല മോനെ. അന്ന് ഹരി വീട്ടിലില്ലാത്ത സമയത്താ മായയ്ക്ക് വേദന വരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നുപോയി. ആ സമയത്താ അയൽവക്കത്ത് താമസിക്കുന്ന ഭവാനിയമ്മ വന്നതും എവിടുന്നോ ഓടിപ്പോയി ഒരു ഓട്ടോ വിളിച്ചോണ്ട് വന്നതും. മായയ്ക്ക് ഓപ്പറേഷൻ ആയിരിക്കുമെന്നും അമ്മയോ കുഞ്ഞിനെയോ ആരെയെങ്കിലും ഒരാളെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞപ്പോ ഓരോ നിമിഷവും ഭഗവാനെ വിളിച്ച് തീയിൽ നിന്ന നിമിഷങ്ങളായിരുന്നു അതെല്ലാം. ഒടുവിൽ ഭഗവാൻ അനുഗ്രഹിച്ച് മായയ്ക്ക് സുഖപ്രസവം നടന്നു. നമുക്ക് മീരമോളയും കിട്ടി. എന്നിട്ടും അവളെ ലാളിച്ചും കൊഞ്ചിച്ചും കൊതി തീരും മുൻപ് എന്റെ മായയെ ഭഗവാൻ തിരിച്ചു വിളിച്ചു. അമ്മേ, ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഇന്നും നല്ല കുറ്റബോധമുണ്ട്. എന്തിനാ കുറ്റബോധം? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിവസമായിരുന്നില്ലേ മായ അഡ്മിറ്റ് ആക്കിയത്. അന്നൊരു ബിൽഡറുമായിട്ടുള്ള കേസിൽ ഞാൻ കോടതിയിലായിപ്പോയി. അതായിരുന്നെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വെറുതെ ഉണ്ടായൊരു കേസും. ആ തെറ്റിദ്ധാരണ മാറിയപ്പോൾ അയാൾ ആ കേസും പിൻവലിച്ചു. പക്ഷെ അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരമ്മാവനായി എല്ലാവരുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നു. ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നമ്മളെ എങ്ങനെയൊക്കെയാ ബാധിക്കുന്നല്ലേ അമ്മേ? അന്ന് ആ കേസ് ഇല്ലായിരുന്നെങ്കിൽ ഹരിക്കൊരു താങ്ങായി, സഹായമായി എനിക്കും അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു. ഇതാർക്കും ഒരു പ്രയോജനമില്ലാതെ വെറുതെ ആ ദിവസം എൻ്റെ അടുത്ത് നിന്ന് പോയി. അതങ്ങനെയാ മോനെ. ജീവിതത്തിലെ പല കാര്യങ്ങളും ഒരു സമയത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോ എന്തിനായിരുന്നു എന്ന് തോന്നും. അതില് വലിയ അർത്ഥമൊന്നുമില്ല. എന്നാലും അമ്മേ, അത് ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ മനസ്സിലൊരു വേദനയുണ്ട്. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. മായയില്ലാതെ മീരമോളുടെ ആദ്യത്തെ പിറന്നാളാ നാളെ. മായയില്ലാത്തതിൻ്റെ കുറവ് മീരമോൾക്ക് തോന്നരുതെന്ന് ഹരി ആഗ്രഹിക്കുന്നുണ്ടമ്മേ. അങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ. സ്വന്തം അമ്മ നഷ്ടപ്പെട്ട ആ കുറവ് പരിഹരിക്കാൻ മറ്റാര് വിചാരിച്ചാലും സാധിക്കില്ല. അത് ശരിയാണ്. എന്നാലും മീരയെ സന്തോഷിപ്പിക്കാൻ ഹരി പറ്റാവുന്നതിലേക്ക് ചെയ്യുന്നുണ്ട്. പാവം ഹരിക്കിനി അതല്ലേ ചെയ്യാൻ പറ്റൂ. എന്നാലും അതൊന്നും മീരമോളുടെ മനസ്സ് നിറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഘോഷങ്ങളോ ആഡംബരങ്ങളോ ഇഷ്ടപ്പെടുന്ന മനസ്സല്ല മീരയ്ക്ക്. അമ്മേ, അമ്മയ്ക്ക് മീരയുടെ അടുത്ത് പോകണമെന്നുണ്ടോ? സത്യം പറഞ്ഞ അവൾ എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയല്ല. അതൊന്നും അമ്മ കാര്യമാക്കണ്ട. മീര ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ ഞാൻ ഹരിയോട് പറയാം. അത് വേണ്ട മോനെ. ധന്യ പറയുന്നതിലും കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടി അവൾ ഒറ്റയ്ക്ക് വേണ്ടേ ചെയ്യാൻ. മീര കൂടി ഇവിടെ വന്നു നിന്നാ അത്രയും ജോലിഭാരം കൂടി കൂടും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മനസ്സില്ലാതെ ചെയ്യേണ്ടി വന്നാ അതിന്റെ ഫലം അകാരണമായ ദേഷ്യമായിരിക്കും. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മളെക്കാൾ ദുർബലരായവരോട് ചെയ്യുകയും ചെയ്യും. ധന്യയുടെ അനുവാദമില്ലാതെ നീ മീരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാ എന്തായിരിക്കും സംഭവിക്കാന്ന് ഇനിയിപ്പൊ ഞാൻ വിശദീകരിക്കണ്ടല്ലോ. മീര തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓരോരുത്തരും
എല്ലാവരും പങ്കെടുക്കുന്ന ഇനങ്ങൾ എനിക്ക് എഴുതി തരണം. ഈ വർഷം എല്ലാവരും പങ്കെടുക്കണമെന്നാ PT തീരുമാനിച്ചിരിക്കുന്ന. അതുകൊണ്ട് എല്ലാവരും കുറഞ്ഞത് ഓരോ ഐറ്റത്തിനെങ്കിലും പേര് തന്നിരിക്കണം. എഴുതിക്കോളൂ. മീര എന്തിനാ പങ്കെടുക്കുന്നത്? അറിയില്ല ടീച്ചർ. മീര പാടുമല്ലോ. മീര ഒരു പാട്ട് പാടിയാ മതി. പാട്ടൊന്നും ഓർമ്മയില്ല ടീച്ചർ. എന്നെ ഇപ്പൊ പാട്ട് പഠിപ്പിക്കാൻ ആരുമില്ല. അമ്മയും മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ പഠിപ്പിച്ചേനെ. 2 ആഴ്ച സമയമുണ്ടല്ലോ. അതിനുള്ളിൽ ഉറപ്പായും ഒരെണ്ണം പഠിക്കാൻ പറ്റും. അത് ഞാൻ എന്തായാലും പാട്ടിന് മീരയുടെ പേര് കൊടുക്കും. മീര ഏതെങ്കിലും ഒരു പാട്ട് പഠിച്ചിട്ട് വന്നാ മതി. മീര ടെൻഷനൊന്നും ആവണ്ട. ശ്രമിച്ചു നോക്ക്. പാട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാം. പോരെ? എള്ള്, പൂവ്, ചന്ദനം എല്ലാം എടുത്ത് തീർത്ഥത്തിൽ മുക്കി ദർഭയിലേക്ക് ഇട്ടോളൂ. അമ്മയെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് ഉരുളെടുത്ത് വെച്ചോളൂ. മാതൃപിണ്ഡം സമർപ്പയാമി. മാതൃപിണ്ഡം സമർപ്പയാമി. നന്നായി പ്രാർത്ഥിച്ചു വെച്ചോളൂ. കുറച്ച് പുഷ്പെടുത്ത് ആ തീർത്ഥത്തിൽ മുക്കി ഉരുളയുടെ മുകളിലേക്ക് വെച്ചോളൂ. നന്നായി പ്രാർത്ഥിച്ച് എഴുന്നേറ്റോളൂ. അമ്മേ, കാല് നനച്ച് നിന്നിട്ട് പിന്നിലേക്ക് ഇടണം. അത് കഴിഞ്ഞ് കയ്യിലെ പവിത്രക്കെട്ട് അഴിച്ചു കളയാം. ശരി. എനിക്ക് नंदनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णं प्रचोदयात्। देविका नंदनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णं प्रचोदयात्। മോളെ, കുറച്ച് വെള്ളം എടുത്ത് ദേഹത്തും തലയിലും തളിച്ചോളൂ. മോളെ, കയ്യിലുള്ള പവിത്രം ഊരിക്കോളൂ.
സന്തോഷമായി കാണോ അച്ഛാ? മോള് അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അതെല്ലാം അമ്മയ്ക്ക് സന്തോഷമാ. ഞാനൊന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചോട്ടെ? മോള് ഇവിടെ തന്നെ നിന്ന് പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ കൃഷ്ണ, എൻ്റെ അമ്മയ്ക്ക് നല്ലത് വരാൻ വേണ്ടിയാ ബലിയിടുന്നതെന്നാ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് നല്ലത് വരുത്തണേ. അമ്മയ്ക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവണേ.